എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കറിവേപ്പില പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയില്ലേ, ചമ്മന്തിപ്പൊടി ഞാൻ രണ്ട് തരത്തിലുള്ളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതെന്ന് കറിവേപ്പില പൊടി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, കറിവേപ്പിലയാണ് ഇതിന്റെ താരെന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടി. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം അതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ ടിക്ക ബിരിയാണി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. പക്ഷെ ഒരുപാട് പേര് ഇപ്പോഴും കണ്ടിട്ടില്ല, കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള കറിവേപ്പിലപ്പൊടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറിവേപ്പിലപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് ചമ്മന്തിപ്പൊടി എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതിട്ട് കറിവേപ്പിലയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, അതുകൊണ്ടാണ് കറിവേപ്പിലപ്പൊടി എന്ന് വിളിക്കാൻ കാരണം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി ചെയ്യുമ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 6 പാക്കറ്റ് ഇതേപോലത്തെ കറിവേപ്പിലയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു തണ്ട് 81 തണ്ടാണ് ഞാൻ എണ്ണിയപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അളവ് നോക്കിയാൽ മതി. ഇതിലത്തെ 6 പാക്കറ്റ് കറിവേപ്പില എടുത്ത് ഞാൻ അതിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. നമുക്കത് ഒന്ന് വറുത്തെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഇതിലോട്ട് നമുക്കൊരു അല്പം മാത്രം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണേ. സാധാരണ ഇതൊരു തമിഴ് റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറില്ല. അതേ നിങ്ങളുടെ അടുത്ത് നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കരിയാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാണ്ട് ഫ്രൈ ചെയ്യാം. പക്ഷേ ആ പൊടിക്ക് ഒരു ഗ്ലേസിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണ ഒഴിക്കാൻ പറയുന്നത് കേട്ടോ. ഈ റെസിപ്പി ഞാൻ വെങ്കടേഷ് ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെഫില്ലേ നമ്മുടെ തമിഴിലത്തെ, അദ്ദേഹത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അളവിലൊക്കെ. പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ ഡിണ്ടിഗലിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ കറിവേപ്പില പൊടി കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടും ആ ഒരു രുചി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തപ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി കിട്ടിയത്. അപ്പോൾ നാട്ടിൽ തയ്യാറാക്കുന്നതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മല്ലി ഇടും ചിലവർ, അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയില്ലേ, നമ്മുടെ ചെറുനാരങ്ങയുടെ ഇല ഇടുന്നവരുണ്ട്. അത് കറിവേപ്പില കട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടയാക്കി ഉരുട്ടിയും വെക്കാം, പൊടിയായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ പൊടിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചിലർ തേങ്ങ ഇടും. അപ്പോൾ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ സമയം എടുത്തിട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഈ സെയിം കടായിൽ തന്നെ ഇനി ഓയിലൊന്നും ഒഴിക്കണ്ട. അതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഞാനിപ്പോൾ ഹോളായിട്ടുള്ള ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഹോളായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ഇല്ല, സാധാരണ പകുതി സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പേ ഉള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് ചെറിയ തീയിലിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിതിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിച്ച് കഴിഞ്ഞാൽ ആകെ കട്ട പിടിക്കും. അതുകൊണ്ട് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ ഒട്ടും തന്നെ ചേർക്കണ്ട കേട്ടോ. നമ്മുടെ ഉഴുന്നുപരിപ്പ് നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സെയിം പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ നല്ല ഗോൾഡ് കളർ ആവുന്നവരെ ചെറിയ തീയിലങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനെല്ലാം തനിയെ എന്തിനാണെന്നറിയാം ഫ്രൈ ചെയ്യുന്നത്. ഓരോന്നിന്റെ ഫ്രൈയിങ് ടൈം വ്യത്യാസം ഉണ്ടാവേ. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലതങ്ങ് കരിഞ്ഞു പോകും, ചിലതായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇതേപോലെ എന്ത് പൊടി ഉണ്ടാക്കുമ്പോഴും സാമ്പാർ പൊടി എന്തുണ്ടാക്കുമ്പോഴും തനിയാണ് ഫ്രൈ ചെയ്യാറുള്ളത്. ചിലവരെ ഒരുമിച്ചിടുന്നത് കാണാം. എനിക്ക് എന്തോ പേടിയാണ് അങ്ങനെ ചെയ്യാൻ. നമ്മുടെ കടലപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്. അതും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പീനട്ടാണ്, അതായത് കപ്പലണ്ടി, നിലക്കടല എന്ന് പറയില്ലേ നമ്മള്. അത് ഓൾറെഡി എൻ്റെ അടുത്ത് വറുത്തിട്ടുള്ള നിലക്കടലയാണ് ഉള്ളത്. എന്നാൽ പോലും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത് തന്നെ വറുത്തിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിലക്കടല വറുക്കാത്തതാണെങ്കിൽ നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക. അതിന് തൊലി കളയുക. അത് 1 കൈപ്പിടിയാണ് വേണ്ടത് കേട്ടോ. കപ്പലണ്ടിയും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതും നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കുരുമുളകാണ്. അതൊന്ന് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുരുമുളകും പൊട്ടിയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ് ആണ് കേട്ടോ. അത് ഇതേപോലെ തന്നെ ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ജീരകം പൊട്ടി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 തരം മുളകാണ്. ആദ്യം തന്നെ കാശ്മീരി മുളക് ഒരു 12 ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിലോട്ട്. കാശ്മീരി മുളക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം എരിവ് അത്ര ഉണ്ടാവില്ല. അപ്പം ഇതും നല്ല ഗുണ്ടുമണി ആവുന്നവരെ, കുറച്ച് കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കിതങ്ങ് ചെറിയ തീയിൽ തിരിച്ചു മറിച്ചിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുളകും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടിക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് വേണം മുളകിന്റെ അളവ് തീരുമാനിക്കാൻ. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന മീഡിയം സൈസ് മുളകാണ്. അപ്പോൾ വലിയ മുളകൊക്കെ ആണെങ്കിൽ അതിന്റെ പകുതി മതിയാവും കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ ഒരു 13 മുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മുളകും റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. പുളിയുടെ അളവ് ഇപ്പൊ ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ 20 ഗ്രാം ഉണ്ട്. അപ്പൊ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൽ കുരു ഇല്ലാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. കുരുവോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡ് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുരു ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കായില്ലേ, ഞാനിപ്പോ ഇവിടെ കായം വീട്ടിൽ പൊടിച്ച കായത്തിന്റെ പൊടിയുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. അതേസമയം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള പെരുങ്കായം ഉപയോഗിച്ചാൽ മതി. അതേ ഇതുപോലെ തന്നെ ചെറിയ പീസാക്കി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അപ്പൊ ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് 2-3 മിനിറ്റ് ചെറിയ തീയിൽ ആക്കിയതിന് ശേഷം നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഇടാൻ പോകുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് ഓപ്ഷനിലാണ്. അതായത് വെളുത്തുള്ളിയാണ് ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത്. 3 കുടം വെളുത്തുള്ളി, നമുക്ക് ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി ആയതുകൊണ്ട് 3 കുടം വെളുത്തുള്ളി എടുത്ത് വളരെ നൈസാക്കി അരിഞ്ഞിട്ടുണ്ട്. പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലോട്ട് ഈ വെളുത്തുള്ളി ഇട്ട് നല്ല ഗോൾഡ് കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അതേസമയം ഇപ്പൊ വെളുത്തുള്ളി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. അത് ശരിക്കും ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കറുത്ത ദിവസം ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ അതങ്ങ് പൊടിക്കുന്ന സമയത്ത് പൊടിയില്ല, അതിന് പകരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് പൊടിയായിട്ട് കിട്ടില്ല നമ്മുടെ ചമ്മന്തിപ്പൊടി, എപ്പോഴും കട്ട പോലെ ഇരിക്കും. അതുകൊണ്ടാണ് വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം സമയം എടുത്തിട്ട് നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർലിക് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അതേസമയം കരിഞ്ഞിട്ടുമില്ല. ഇതിൽ നിന്ന് എണ്ണ കംപ്ലീറ്റ് മാറ്റണേ. ഒരു അരിപ്പയിലോട്ട് മാറ്റുക. അതിനുശേഷം കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് നന്നായി തുടച്ച് കളയണം എണ്ണ. അതിനുശേഷം മാത്രം ഇത് നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. കാരണം എണ്ണയോട് കൂടി പൊടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പൊടിയാവില്ല, കുഴഞ്ഞു പോകും. അപ്പോൾ വറക്കാനുള്ളതും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാം ഇനി ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ നമ്മുടെ കറിവേപ്പിലൊക്കെ ചൂടാറാൻ വേണ്ടി ഇതേപോലെ ട്രേയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചൂടാറി കിട്ടും. മാത്രമല്ല ഇതിപ്പോ എക്സസ് ആയിട്ടുള്ള എണ്ണ പോലെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഒപ്പി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എക്സസ് ആയ എണ്ണയൊന്നുമില്ല, നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു എണ്ണമായി ഇരുന്നോട്ടെ, അതാണ് ഭംഗി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒട്ടും തന്നെ എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ചൂടാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് പൊടിച്ചെടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പ്, മുളക് കാര്യങ്ങളൊക്കെ പൊടിച്ചെടുക്കണം. അപ്പോൾ മുളകിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഈ തണ്ടില്ലേ, ഇതങ്ങ് റിമൂവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ മുളകിന്റെ ഇത്രയും മുളകൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ എരിവുള്ള മുളക് കുറച്ചൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് മാറ്റി വെച്ചതിന് ശേഷം പൊടിക്കുക. എന്നിട്ട് എരി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ കറക്റ്റ് അളവാണിത്, അതുകൊണ്ടാണ് ഇത്ര മുളക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ഇത്ര എരിവ് വേണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് എരിവുള്ള മുളക് കുറച്ച് മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ പൊടിച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിട്ട് പൊടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ജാറിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ കായത്തിന്റെ പൊടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പെരുങ്കായം ചെറിയ കഷ്ണം എടുത്ത് ഫ്രൈ ചെയ്യുക, അതിട്ട് ഇതിലിട്ട് കൊടുത്താലും മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. കുറച്ചിട്ട് കൊടുത്ത് നോക്കുക, ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഒരുപാട് ഉപ്പ് ഇടരുതേ, കാരണം ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റൂല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര, ഓപ്ഷനിലാണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. ആദ്യം തന്നെ അത് നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിലവർക്ക് വളരെ നൈസായിട്ട് പൊടിക്കുന്നതാണ് ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനെ ഇച്ചിരി തരിതരിയാണോ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ച് പൊടിച്ചോളൂ കേട്ടോ. ഇത് നമുക്കൊരു ഒട്ടും തന്നെ വെള്ളമില്ലാത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ നൈസായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുക. കറിവേപ്പില നന്നായി പൊടിച്ചെടുത്തിട്ട് അതും നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലപ്പൊടി റെഡി മണി ആയിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കും. ഇത് എനിക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ മുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളകിൻ്റെ അളവ് മാറ്റം വരുത്തണം. പിന്നെ ഉണ്ടാക്കി നോക്കി അയ്യോ ചേച്ചി എരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ മാറ്റങ്ങളുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രുചി നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് എരിവും ചെറിയൊരു പുളിയും ആവശ്യത്തിന് ഉപ്പും ലൈറ്റായിട്ടൊരു മധുരം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അത് ഓപ്ഷനിലാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നമുക്ക് ചോറിന്റെ കൂടെ അങ്ങ് കൂട്ടി പരട്ടിയും കഴിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധനത്തിന്റെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും. വേറെ ഒരു കറിയില്ലെങ്കിലും ഇതുണ്ടെങ്കിൽ ഇത് ഹെൽത്തി ആണ്. അതേപോലെ തന്നെ
ഈസിയാണ് ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ നാളുകൾ ഇരുന്നോളും കേടാവാതെ. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് സൂക്ഷിച്ച് ചെയ്യാൻ പറയുന്നത് കേട്ടോ. കോളേജിലൊക്കെ പഠിക്കണമെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് അമ്മമാർക്ക് കൊടുത്തുവിടാം. ഇത് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിബ്ലോക്ക് ബാഗിലാക്കിയതിന് ശേഷം എടുത്ത് വെക്കുകയും ചെയ്യാം. ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണമെങ്കിൽ കുറേ നാളുകൾ കേടാവാതെ ഇരുന്നോളും. പക്ഷെ പുറത്ത് വെച്ചാലും കേടൊന്നും ആവില്ല. എന്നാൽ പോലും കൂടുതൽ ഒരു 6 മാസം 1 വർഷമൊക്കെ ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.